ഇന്ന് തരുവാൻ പോകുന്ന ലോഗ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിനെ സംബന്ധിച്ചാണ്. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ കാണിച്ചത്. അത് ഗിയർ ബോക്സ് എന്ന് പറയുന്ന കേസിന് ഉള്ളിലുള്ള ഭാഗം മാത്രമാണ് ഇവിടെ കാണിച്ചത്. ഇത് 3 സ്പീഡ് ഗിയർ ബോക്സാണ്. സ്ലൈഡിംഗ് മെഷ് 3 സ്പീഡ്. ആദ്യകാലങ്ങളിലെല്ലാം സാധാരണ ചെറുവണ്ടികളിലെല്ലാം 3 സ്പീഡ് ഗിയർ ബോക്സ് മാത്രമായിട്ട് ഉപയോഗിച്ചത്. പിന്നീടാണ് അത് 4 സ്പീഡായി, 5 സ്പീഡായി, 6 സ്പീഡിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ 3 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഒരു പടമാണ് ഇവിടെ കാണിച്ചത്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് തന്നിരുന്നത് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സാണ്. ഇപ്പോൾ ട്രാൻസ്മിഷനിൽ ഗിയർ ബോക്സുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് സിൻക്രോമെഷ്, കോൺസ്റ്റന്റ് മെഷ്, സ്ലൈഡിംഗ് മെഷ്. ഈ 2 പടങ്ങൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൻ്റെ പടം നിങ്ങൾക്ക് മുമ്പ് തന്നിരുന്നു, ലോഗോ തന്നിരുന്നു. ഇത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ ആണ് നിങ്ങൾക്ക് തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗിയർ ബോക്സിൻ്റെ എഞ്ചിനുള്ളിൽ നിന്ന് ഗിയർ ബോക്സിനകത്തേക്ക് പവർ കടത്തിവിടുന്ന ഷാഫ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ക്ലച്ച് ഷാഫ്റ്റ്. ഗിയർ ബോക്സിന്റെ അകത്തു നിന്ന് പവർ പുറത്തേക്ക് കടത്തി വിടുന്ന ഷാഫ്റ്റിനാണ് മെയിൻ ഷാഫ്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകം മുമ്പത്തെ ലോഗോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ക്ലച്ച് ഷാഫ്റ്റിന് പ്രൈമറി ഷാഫ്റ്റ് എന്ന പേരുണ്ട്, ഇൻപുട്ട് ഷാഫ്റ്റ് എന്ന പേരുണ്ട്, ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നു. അതുകൂടാണ്ട് വർക്ക്ഷോപ്പിലൊക്കെ പറയുന്നത് ടോപ്പ് ഗിയർ ഷാഫ്റ്റ് എന്നും പറയും. അതുപോലെ അടിയിലുള്ള ഷാഫ്റ്റ്, ഇതിനെ ലേഡ് ഷാഫ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലേഡ് ഷാഫ്റ്റ്. പിന്നെ ഇവിടെ ഐഡ്ലർ ഗിയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഷാഫ്റ്റ് ഇവിടെ ഉണ്ട്, ഐഡ്ലർ ഷാഫ്റ്റ്. പിന്നെ മെയിൻ ഷാഫ്റ്റ്. മെയിൻ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഷാഫ്റ്റ്. ഇത്ര ഭാഗങ്ങൾ ഈ ഷാഫ്റ്റ് വഴി കിടക്കുന്ന ഗിയറുകളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗിയറുകൾ നിങ്ങൾ പടം വരയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെറിയ ഗിയറാണ്, ഇത് വലിയ ഗിയറാണ്. ഈ ഗിയർ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഇവിടെ ചെറുതാണ്, ഇത് വലുതാണ്. ഇവിടെ ചെറിയ ഗിയറും അതുകൂടെ ഐഡ്ലർ ഗിയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഐഡ്ലർ ഗിയറിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കി ഭാഗങ്ങൾ ഇങ്ങേ സൈഡാണ്. അപ്പം അതിൻ്റെ കുറേ ഭാഗങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഐഡ്ലർ ഗിയറിൻ്റെ ഷാഫ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ക്ലച്ച് ഗിയർ കൊടുത്തിട്ടുണ്ട്. ലേഡ് ഷാഫ്റ്റായിട്ട് ബന്ധിച്ചിരിക്കുന്ന ഗിയറുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ഗിയർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ടോപ്പ് ഫസ്റ്റ് ഗിയർ ആൻഡ് റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് റിവേഴ്സ് ഗിയർ. ഇപ്പോൾ ഇവിടെ ഗിയർ പൊസിഷൻ എന്ന് പറയുന്നത്, ഗിയർ മാറ്റുക എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ ഇവിടെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ന്യൂട്രൽ പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഗിയറും ഈ ലേഡ് ഷാഫ്റ്റുമായിട്ട് ഗിയറുമായിട്ട് നിലവിൽ കണക്ട് ചെയ്തിട്ടില്ല, മെഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ന്യൂട്രൽ പൊസിഷനാണ്. ഇവിടെ എൻജിൻ പവർ വന്നു കഴിഞ്ഞാൽ ന്യൂട്രൽ ഗിയർ അറിയാം, ഇതുമായിട്ട് മെഷ് ചെയ്തിരിക്കുന്ന ഗിയറുകൾ മാത്രം കറങ്ങിക്കൊണ്ട് ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, കറക്കം പോകത്തില്ല. അപ്പം ഇവിടെ എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, കൗണ്ടർ ഷാഫ്റ്റിലെ ഗിയറുകളെല്ലാം ഒറ്റ അസംബിളിംഗ് ആണ്. അപ്പോൾ ഈ ഗിയറുകളെല്ലാം ഒറ്റ അസംബിളിംഗ്, അതായത് ഒറ്റ മോൾഡിങ്. ഇവിടെ ക്ലച്ച് ഗിയറും കൗണ്ടർ വീലിലെ ഗിയറും തമ്മിൽ എപ്പോഴും കോൺസ്റ്റന്റ് മെഷിംഗ് ആണ്, അല്ലെങ്കിൽ പെർമനന്റ് മെഷിംഗ് ആണ്. അപ്പം ഇവിടെ ഒരു ഫസ്റ്റ് ഗിയർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഫസ്റ്റ് ഗിയർ ആൻഡ് റിവേഴ്സ് ഗിയർ. ഈ ഫസ്റ്റ് ഗിയറിനെ ക്ലച്ച് ഫോർക്ക് ഉപയോഗിച്ച്, അതായത് നമ്മൾ ഗിയർ മാറുമ്പോഴത്തേക്ക് ഗിയർ ലിവർ നമ്മൾ ഫസ്റ്റ് ഗിയർ പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ എച്ച് ആകൃതിയിലാണ് ഗിയർ പൊസിഷൻ. ഇത് റിവേഴ്സ്, ഇത് ഫസ്റ്റ്, ഇത് ന്യൂട്രൽ,
ഇത് സെക്കൻഡ്, ഇത് തേർഡ്. അപ്പൊ ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ ഗിയർ മാറുന്ന സമയത്ത് ഈ ഗിയറിനെ ഈ ഗിയറുമായിട്ട് മിക്സ് ചെയ്യുക. പടം വരയ്ക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഗിയറിനെ ഈ ഗിയറുമായിട്ട് ഇവിടെയാണ് ക്ലച്ച് ഫോർക്ക് കിടക്കുന്നത്. ഇത് ഇങ്ങോട്ട് ഈ സ്പ്രൈൻസിലാണ് ഈ ഗിയർ കിടക്കുന്നത്. ഈ സ്പ്രൈൻസ് വഴി ഇങ്ങോട്ട് തെന്നി മാറ്റിക്കുന്നു. ഇങ്ങനെ തെന്നി മാറ്റിക്കുന്നതിനെയാണ് നമ്മൾ സ്ലൈഡിങ് എന്ന് പറയും. സ്ലൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെന്നിപ്പോവുക, തെന്നിക്കുക, സ്ലൈഡിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗിയറിലെ ഈ ഫസ്റ്റ് ഗിയറിനെ നമ്മൾ ഈ ഗിയറുമായിട്ട് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി ഫോർക്ക് ഉപയോഗിച്ച് ഈ സ്പ്രൈൻസിൽ കൂടെ തെന്നി മാറ്റിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഗിയറുമായിട്ട് ഇത് മെഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പടം വരയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഗിയറുമായിട്ട് മെഷ് ചെയ്യാവുന്ന ഈ അകലത്തിൽ ഈ ഗിയർ നിൽക്കാവുള്ളൂ. ഇത് താഴേക്ക് നിൽക്കരുത്. പടം വരയ്ക്കുമ്പോൾ ഇത് താഴേക്ക് നിൽക്കാൻ പാടില്ല. താഴേക്ക് നിന്ന് മെഷ് ചെയ്യത്തില്ല. പടം വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഈ ഗിയറിനെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതിലൂടെ പവർ ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഇവിടെ വന്നിട്ട് ഈ ഗിയറുമായിട്ട് ബന്ധപ്പെടുത്തി ട്രാൻസ്മിറ്റ് ചെയ്യും. ഫസ്റ്റ് ഗിയർ. സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെക്കൻഡ് ഗിയർ. ഈ സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിയറിനെ അപ്പോൾ ഇതിനെ ന്യൂട്രലിലേക്ക് ആക്കി. നമ്മൾ സെക്കൻഡ് ഗിയർ ഇടാൻ നേരത്ത് എന്താ ചെയ്യുന്നത്? ന്യൂട്രൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ഫസ്റ്റ് ഗിയർ നമ്മൾ സെക്കൻഡിലേക്ക് പോകണമെങ്കിൽ സെക്കൻഡിൽ ന്യൂട്രൽ വന്നു. ന്യൂട്രൽ വന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് പോകും. അപ്പോൾ ഈ ഗിയറിനെ ന്യൂട്രൽ കൊണ്ടുവന്നു. ഈ ഗിയറിൻ്റെ ക്ലച്ച് വർക്ക് ഉപയോഗിച്ച് ഗിയർ ലിവർ നമ്മൾ മാർക്ക് പൊസിഷൻ അനുസരിച്ച് ഈ ഗിയറിനെ ഈ സ്പ്രൈൻസ് വഴി മെയിൻ ഷാഫ്റ്റ് സ്പ്രൈൻസ് വഴി ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യും. ഈ ഗിയറുമായിട്ട് സ്ലൈഡ് ചെയ്യും. സ്ലൈഡിങ് മീൻസ് ഈ സ്പ്രൈൻസിൽ കൂടെ ഇങ്ങനെ തെന്നി മാറ്റിക്കും. അപ്പം ഈ ഗിയർ ഇതിലൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഗിയറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഗിയറിൽ പവർ എന്ന് പറയുന്നത് ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഈ ഗിയർ വഴി ട്രാൻസ്ഫർ. സെക്കൻഡ് ഗിയർ. ഇനി ടോപ്പ് ഗിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ സെക്കൻഡിലേക്ക് വന്നു കഴിഞ്ഞ് ന്യൂട്രൽ വന്നു, സെക്കൻഡിലേക്ക് വന്നു. ഈ ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് ഗിയറിനെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് മാറ്റുന്നത്. അതായത് ഈ സെക്കൻഡ് ഗിയറിനെ സെക്കൻഡ് ഗിയർ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ന്യൂട്രലിൽ കൊണ്ടിട്ട് ന്യൂട്രലെത്തി. സെക്കൻഡ് ഗിയർ ന്യൂട്രലെത്തി. അതായത് ഇവിടെ മെഷ് ചെയ്യുന്നത് ഇപ്പോൾ ന്യൂട്രൽ കിടക്കുകയാണ്. ഈ ന്യൂട്രലിൽ നിന്ന് ടോപ്പ് ഗിയറിലേക്ക്. ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്ത ഡോഗ് ഗിയേഴ്സ് ഈ ക്ലച്ച് ഗിയറിനും ഈ സെക്കൻഡ് ഗിയറിനും ഇവിടെ ഡോഗ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോഗ് ഗിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഡോഗ് ഗിയേഴ്സുകൾ തമ്മിൽ മിക്സ് ചെയ്യും. ഈ ഡോഗ്സിന്റെ മുകളിലേക്ക് ഈ ഗിയറിന്റെ ഡോഗ്സ് പോയി കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഷാഫ്റ്റിൽ നിന്നുള്ള കറക്കം അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ഗിയർ കിടക്കുന്നത് ഈ മെയിൻ ഷാഫ്റ്റിലാണ്. മെയിൻ ഷാഫ്റ്റ് സ്പ്ലൈൻസിലാണ്. ഈ ഡോഗ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടോപ്പ് ഗിയർ സ്ട്രെയിറ്റ് ആയിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അതിനെ ടോപ്പ് ഗിയർ പൊസിഷൻ എന്ന് പറയും. ഇനി അടുത്തത് റിവേഴ്സ് ഗിയർ പൊസിഷൻ. റിവേഴ്സ് ഗിയർ പൊസിഷൻ അറിയാം. ഇതാണ് ന്യൂട്രൽ പൊസിഷൻ. അപ്പം ഈ ന്യൂട്രൽ പൊസിഷനിൽ വണ്ടി എപ്പോഴും റിവേഴ്സിലും ഫസ്റ്റിലും ഇടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിൽക്കുന്ന അവസ്ഥയിലാണ്. ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾ വണ്ടി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും കൂടുതൽ ടോർക്കാണ് ആവശ്യം. കാര്യം ആ ലോഡ് കംപ്ലീറ്റ് വലിച്ചെടുക്കുന്ന സ്പീഡല്ല ഫസ്റ്റ് ഗിയർ. അപ്പം ഈ ചെറിയ ഗിയർ ഈ വലിയ ഗിയറിനെ കറക്കുന്നു, സ്പീഡ് കുറയുന്നു. അത് തന്നെ ഇവിടെ വന്നിട്ട് ഈ ചെറിയ ഗിയർ ഈ വലിയ ഗിയർ കറക്കുന്നു, വീണ്ടും സ്പീഡ് കുറയുന്നു. ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലച്ച് ന്യൂട്രലാക്കിയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലിട്ട് ക്ലച്ച് പടലിൽ നിന്നും കാല് ക്രമേണ എടുത്ത് ഗ്രാജുവൽ
ക്രമേണ നമ്മൾ എടുത്തിട്ടാണ് അടുത്ത ഗിയറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് പുറകോട്ട് പോകത്തില്ല. ചവിട്ടി ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ പുറകോട്ട് എടുക്കണം അല്ലേ? ഇല്ലെങ്കിൽ കിടക്കുന്ന അവസ്ഥയിൽ പുറകോട്ട് എടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് റിവേഴ്സ് ഗിയർ. ഈ റിവേഴ്സ് ഗിയർ ഈ ഐഡ്ലർ ഗിയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രലിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് താഴേക്ക് മാറ്റിയാൽ ഫസ്റ്റ്, അത് ഇങ്ങോട്ട് മാറ്റിയാൽ ഫസ്റ്റ്, ഇങ്ങോട്ട് മാറ്റിയാൽ റിവേഴ്സ്. ഇങ്ങോട്ട് വന്നിട്ട് ഈ ഐഡ്ലർ ഗിയറുമായിട്ട് ഈ ഗിയർ മെഷ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നേരവും ഫസ്റ്റ് സെക്കൻഡ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 2 ഗിയർ തമ്മിലുള്ള മെഷിങ് ആണ് വാഹനത്തെ മുന്നോട്ട് വിട്ടുകൊണ്ടിരുന്നത്. ഫോർവേഡ് മോഷനിൽ വാഹനം പോയിക്കൊണ്ടിരുന്നത്. ഇനിയും റിവേഴ്സ് മോഷനിൽ വാഹനം പോകണമെങ്കിൽ നമ്മൾ അതിനിടയ്ക്ക് ഒരു ഗിയറോട് ഇട്ട് കൊടുക്കുന്നു. അതാണ് ഐഡ്ലർ ഗിയർ. ഈ ഷാഫ്റ്റിൻ്റെ ക്ലോക്ക് വൈസിലുള്ള കറക്കം ഇത് റിവേഴ്സ് ഗിയർ വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള കറക്കത്തിലേക്ക് മാറ്റുന്നു. വാഹനം പുറകോട്ട് ചലിക്കുന്നു. അതാണ് റിവേഴ്സ് പൊസിഷൻ. അപ്പോൾ ഇത്രയും പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഗിയർ ബോക്സിനെ സംബന്ധിച്ച് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. ഇന്നത്തെ വേറെ കൂടുതലായിട്ടൊന്നുമില്ല. എൻ്റെ ഷാഫ്റ്റുകളെ സംബന്ധിച്ച് പിന്നെ സിമ്പിൾ പടം വരയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ഡയഗ്രാമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് വരച്ച പോലെ പിന്നെ ഗിയർ ഈ വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടിയൊന്നും എടുക്കണമെന്നില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കുക. എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സിമ്പിൾ ഡ്രോ ദി സിമ്പിൾ ഡയഗ്രാം ഓഫ് സെക്കൻഡ് ഗിയർ പൊസിഷൻ ഇൻ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇതുപോലെ ഒരു സിമ്പിൾ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇതെപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് മെഷിങ് ആണ്. സെക്കൻഡ് ഗിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഗിയർ ഇങ്ങോട്ട് മാറ്റിയിടണം. അപ്പോൾ ഇവിടെ വന്ന് ഇതുമായിട്ട് മെഷ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ ഈ ഒരു ഗിയർ മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ. അത് മാത്രമായിട്ട് നിങ്ങൾ മാറ്റി ഇതുമായിട്ട് മെഷ് ചെയ്ത് കാണിച്ചിട്ട് ഇതുപോലെ. അപ്പം ക്ലച്ച് ഗിയറും ആയിട്ട് ബന്ധപ്പെട്ട് എൻജിൻ പവർ ഇതിലെ വന്ന് ഇങ്ങനെ വന്ന് ഇതിലെ വന്ന് സെക്കൻഡ് ഗിയറിൽ വന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ സിമ്പിൾ ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ മെയിൻ ഷീറ്റിലേക്ക് കിടക്കുകയാണ്. മെയിൻ ഷീറ്റിൽ നെയിം പ്രിൻ്റഡ് നോട്ട് വന്നിട്ടുണ്ട്. നെയിം എന്ന് പറയുന്നത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് കാണിക്കാം. എയിം അവിടെ കാണിച്ചിരിക്കുന്നത് ടു സ്റ്റഡി അബൌട്ട് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യാം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നു. അഴിച്ച് നമ്മൾ ഗിയർ ബോക്സ് അഴിച്ച് അതിനകത്തുള്ള ഗിയറുകളെല്ലാം അഴിച്ച് മാറ്റി അതിനെന്തെങ്കിലും ഡാമേജുകളും എല്ലാം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് റീഅസംബിൾ ചെയ്യും. അതായത് ഓപ്പറേഷൻ. അപ്പോൾ ഓപ്പറേഷൻ അവിടെ ഡിസ്മാൻഡിൽ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് മാത്രം കാണിക്കുക. ടൂൾസ് സ്പാനർ സെറ്റ് വേണം, ഹാമർ വേണം, ടയർ ലിവർ വേണം. ഇത്രയും കാര്യങ്ങൾ ടൂൾസ് ഐറ്റത്തിൽ വരുന്നു. മെറ്റീരിയൽസ് അറിയാം. വെജിറ്റബിൾ നമുക്ക് ആവശ്യമാണ്. ഗ്രീസ് വേണം, ഗിയർ ഓയിൽ വേണം, കെറോസിൻ. ഇത്ര മെറ്റീരിയൽസ് നമുക്കിവിടെ ആവശ്യമാണ്. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഷീറ്റിലേക്ക് എടുക്കുകയാണ്. അഡീഷണൽ ഷീറ്റ് പ്രൊസീജിയർ. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഗിയർ ബോക്സ് വണ്ടി ഓടിക്കൊണ്ടിരുന്നതാണ്. അതിനുള്ളിലുള്ള ഗിയർ ഓയിൽ, എഞ്ചിൻ ഓയിൽ നമ്മൾ എത്ര കിലോമീറ്റർ വണ്ടി ഓടിക്കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറുണ്ട് എന്ന് പറഞ്ഞാൽ ഗിയർ ഓയിൽ മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്?
ഗിയർ ബോക്സിനകത്തെ ഓയില് ചോർത്തിക്കളിയാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ട്രെയിൻ ഔട്ട് ദ ഗിയർ ഓയിൽ ബൈ റിമൂവിങ് ട്രെയിൻ പ്ലഗ്. ട്രെയിൻ പ്ലഗ് എന്ന് പറയുന്നത് ഗിയർ ബോക്സിന് അടിവശത്ത് ഒരു നട്ട് പോലെ സാധനം കൊടുത്തിട്ടുണ്ട്. ട്രെയിൻ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലഗ് ലൂസ് ചെയ്ത് അഴിച്ച് മാറ്റിയിട്ട് ആ ഗിയർ ഓയിൽ കംപ്ലീറ്റ് നമ്മൾ ചോർത്തിക്കളയും. അടുത്ത സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഡിസ്കണക്ട് ഗിയർ ബോക്സ് ഫ്രം ചേസിസ് ബൈ റിമൂവിങ് ബോൾസ് ആൻഡ് നട്ട്സ്. നമ്മൾ ഇതിനു മുമ്പ് ഗിയർ ബോക്സ് നമ്മൾ പറഞ്ഞിരുന്നു. പോർഷൻ ഗിയർ ബോക്സ് അഴിക്കാനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ ചേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കംപ്ലീറ്റ് ഭാഗങ്ങളും ഡിസ്കണക്ട് ചെയ്യാം, റിമൂവ് ചെയ്യാം. ചേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബോൾട്ട്, നട്ട്, പുറകിലേക്ക് പോയിരിക്കുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ചേസ് ഗിയർ ബോക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ബോക്സ് നമ്മൾ അഴിച്ചു മാറ്റി വെക്കും. അടുത്ത നമ്മൾ ഗിയർ ബോക്സ് അഴിച്ച് മാറ്റി വെച്ചു. അടുത്ത പോയിന്റ് പറഞ്ഞു റിമൂവ് ഷിഫ്റ്റ് വീൽ അസംബിൾ. ഷിഫ്റ്റ് വീൽ പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഇന്ന് ടോപ്പ് സൈഡിലായിട്ട് ഈ പ്ലാഞ്ചിലും കിടക്കുന്ന ഫോർക്കുകൾ, ആ ഫോർക്കുകൾ ഉൾപ്പെടെ ഗിയർ ബോക്സിന് ടോപ്പിലൊരു ഭാഗമുണ്ട്. ഗിയർ ലിവർ ഉൾപ്പെടെ ഗിയർ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഫോർക്ക് പിടിപ്പിച്ചിരിക്കുന്ന നെയിൽസ്, നീളം ദണ്ടുകൾ, ഇതെല്ലാം കൂടി ഒരു അസംബിൾ. അത് ആ ടോപ്പിലെ ബോൾട്ടുകൾ നമ്മൾക്ക് അഴിച്ചു മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് അത്രയും ഭാഗം നമുക്ക് ഊരി മാറ്റാം. അത് റിമൂവ് ദ ഷിഫ്റ്റ് ലിവർ അസംബിൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ടോപ്പ് അഴിച്ചു മാറ്റി. അടുത്ത ഭാഗം പറഞ്ഞത് ദി ക്ലച്ച് ഷാഫ്റ്റ് ഈസ് റിമൂവിംഗ് ബൈ പുള്ളിങ് ആൻഡ് പുഷിങ് യൂസിങ് ലിവർ ആൻഡ് ഹാമർ ഓൺ ബെയറിംഗ് ഓഫ് ദ സെയിം. ക്ലച്ച് ഷാഫ്റ്റ് നമ്മൾ അതിനടുത്ത് ക്ലച്ച് ഷാഫ്റ്റ് നമ്മൾ ഊരിയെടുക്കുകയാണ്. ക്ലച്ച് ഷാഫ്റ്റ് നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഇതായിരുന്നു പുള്ളിങ്, റിമൂവ്ഡ് ബൈ പുള്ളിങ് ആൻഡ് പുഷിങ്. പുള്ളിങ് എന്ന് പറയുന്നത് വലിക്കുക, പുഷിങ് എന്ന് പറയുന്നത് തള്ളുക. അപ്പോൾ നമ്മൾ കവറിന് പുറത്തേക്ക് വലിച്ചിട്ട് ഈ സൈഡിൽ ലോക്കുണ്ട്, ആ ലോക്ക് നമ്മൾ അഴിച്ചു മാറ്റുന്നു, കൊണ്ട് വലിച്ചിട്ട് അഴിച്ചു മാറ്റിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിവറും ഹാമറും ഉപയോഗിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് തിക്കിയിട്ട് ഹാമർ ഉപയോഗിച്ച് ഇവിടെ തടിക്കഷ്ണം വെച്ച് നമ്മൾ ഈ ഷാഫ്റ്റ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബെയറിങ് അവിടെ ഇരിക്കും, ബെയറിങ് കവറയിലിരിക്കും. ആ ബെയറിങ് കവറയിലിരിക്കും. ഷാഫ്റ്റും ഈ ഗിയറും സഹിതം അകത്തേക്ക് ഊരി വരും. അതിനാണ് പറഞ്ഞിരിക്കുന്നത് ദി ക്ലച്ച് ഷാഫ്റ്റ് ഈസ് റിമൂവ്ഡ്, ഊരി എടുക്കുന്നത് ബൈ പുള്ളിങ് ആൻഡ് പുഷിങ് യൂസിങ് ലിവർ ആൻഡ് ഹാമർ ഓൺ ദ ബെയറിംഗ് ഓഫ് ദ സെയിം. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് thus the main shaft gears are removed and main shaft is removed by the same manner. മെയിൻ ഷാഫ്റ്റ് അപ്പോൾ നമ്മൾ ഇവിടെ ക്ലച്ച് ഷാഫ്റ്റ് നമ്മൾ ഊരിയെടുത്ത് മാറ്റി കഴിഞ്ഞു. അടുത്ത് നമ്മൾ മെയിൻ ഷാഫ്റ്റ് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ ഊരിയെടുക്കുക. മെയിൻ ഷാഫ്റ്റ് ഊരിയെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഷാഫ്റ്റ് റിമൂവ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ഈ ഗിയറും നമ്മുടെ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലച്ച് ഷാഫ്റ്റ് ഊരിയെടുത്തു, മെയിൻ ഷാഫ്റ്റ് ഊരിയെടുത്ത് ഗിയറുകളെടുത്ത് മാറ്റി. പിന്നെ അടിയിൽ കിടക്കുന്നത് ഈ ലെയർ ഷാഫ്റ്റാണ്. ലെയർ ഷാഫ്റ്റ് കൊണ്ട് ഇവിടെ ഐഡിലർ ഗിയർ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിന് വേണ്ടി കൊടുത്ത ഷാഫ്റ്റ് ഉണ്ട്. അപ്പം അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ കൗണ്ടർ ഷാഫ്റ്റ് ടുവേഴ്സ് ദ റിയർ ഓഫ് ദി കേസ് ആൻഡ് റിമൂവ് ദീസ്. കൗണ്ടർ ഷാഫ്റ്റ് ഈ കൗണ്ടർ വീലുകൾ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്ന ഈ അകത്ത് കിടക്കുന്ന ഈ ഷാഫ്റ്റ് നമ്മൾ ഇതിനകത്തുനിന്ന് ഊരിയെടുക്കണം. അത് നീഡിൽ ബെയറിംഗ് ഒക്കെ മുഖാന്തരമായിട്ടാണ് ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ നീഡിൽ ബെയറിംഗ് അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടിയാണ് ഈ കൗണ്ടർ വീൽസ് കംപ്ലീറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റ് നമ്മൾ പുറത്തേക്ക് ഡ്രോ ചെയ്യുക, വലിച്ചെടുക്കുക, പുറത്തേക്ക് ഊരിയെടുക്കുക. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് റിമൂവ് ദി ഗിയേഴ്സ് ആൻഡ് ബെയറിംഗ്. അപ്പം നമ്മൾ ഈ ഷാഫ്റ്റ് ഊരിയെടുത്തു, ഈ ഗിയർ അസംബ്ലി കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തുനിന്ന് മാറ്റിയെടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ബെയറിംഗ്. അടുത്ത പറഞ്ഞിരിക്കുന്നത്
റിമൂവ് ദ ട്രസ്റ്റ് വാഷർ ആൻഡ് നീഡിൽ ബെയറിംഗ് ഇൻ ദി കൗണ്ടർ ഷാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഊരി എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കിടക്കുന്ന ആ നീഡിൽ ബെയറിംഗും ട്രസ്റ്റ് വാഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സൈഡ് ബോഡിയായിട്ടുള്ള ഭാഗത്ത് ഇതിൻ്റെ ഈ ഇളക്കം ബാക്ക്ലാഷ് അല്ലെങ്കിൽ ഇളക്കം ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വാഷ് കൊടുത്തിട്ട് ആ വാഷർ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഊരി മാറ്റും. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് റിമൂവ് ദി റിവേഴ്സ് ഗിയർ ഷാഫ്റ്റ് ആൻഡ് റിമൂവ് ദ ഗിയർ. റിവേഴ്സ് ഗിയർ ഷാഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഊരിയെടുത്തിട്ട് ഈ ഐഡിയൽ ഗിയർ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ, റിവേഴ്സിന് വേണ്ടി മാത്രം കൊടുത്തിരുന്ന ഗിയറാണിത്. ഈ ഗിയർ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തു മാറ്റും. അടുത്ത പോയിന്റ് പറഞ്ഞിരുന്നത് ദീസ് ഗിയേഴ്സ് ആൻഡ് ഷാഫ്റ്റ്സ് ആർ ഇൻസ്പെക്ടഡ് ഫോർ ചെക്കിംഗ് ആൻഡ് എനി അതർ ഡാമേജസ്. ഇപ്പോൾ നമ്മൾ ഇത് ആക്ച്വലി നമ്മൾ ഗിയർ ബോക്സ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇത് ഡിസ്മാൻഡിൽ ചെയ്യാം. ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഇതിനകത്ത് അഴിച്ചു മാറ്റിയിട്ട് ഇതിനകത്തുള്ള ഗിയറുകൾക്ക് തേയ്മാനോ ഷാഫ്റ്റിന് തേയ്മാനോ ഡാമേജസ് അങ്ങനെ എന്തെങ്കിലും ക്രാക്കിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്തിട്ട് ഉണ്ടെന്ന് വരിയിൽ മാറ്റി വെക്കുക. മാറ്റി വേറെ ഗിയർ അല്ലെങ്കിൽ ബെയറിങ് മോശമാണ്, ബെയറിങ് ഇതൊക്കെ മാറ്റി നമ്മൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ഓൾ പാർട്സ്. Clean all parts and oil passes in shaft and gears. ഈ ഓയിൽ പാസേജ്, ഓയിലിനകത്തൂടെ മൂവിയാണ് പാസേജും ബാക്കി ഭാഗങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കെറോസിൻ എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ ഇതിനകത്ത് മെറ്റീരിയൽസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ മെറ്റീരിയൽസിനകത്ത് കെറോസിൻ ഉപയോഗിച്ച് നമ്മൾ ശരിക്കും നമ്മൾ അത് മെറ്റീരിയൽസിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോട്ടൺ വേസ്റ്റ്, ഗ്രീസ്, ഗിയർ ഓയിൽ, കെറോസിന് നാലെണ്ണത്തിന് ഉപയോഗം വരുന്നുണ്ട്. നമ്മൾ കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കെറോസിൻ മുക്കിയിട്ട് ഈ ഗിയറുകളെല്ലാം ശരിയായ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യും. എല്ലാം ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളത് പരിശോധിക്കുന്നത്, എന്തെങ്കിലും ക്രാക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് ക്രാക്കിങ്ങോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് എല്ലാം ഉണ്ടെന്ന് വരികയും നമ്മളത് മാറ്റി നമ്മൾ രണ്ടാമത് വീണ്ടും റീഅസംബിൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ മെറ്റീരിയൽസിനകത്ത് തന്നിരിക്കുന്ന കോട്ടൺ വേസ്റ്റും കെറോസിനും എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഗ്രീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്കറിയാം, ഇതിനകത്ത് നീഡിൽ ബെയറിങ്സ് ഉണ്ട്. ബെയറിങ്സ് നമ്മൾ ഇവിടെ സൈഡിൽ ഇവിടെയും ബെയറിംഗ് ഉണ്ട്. ആ ബെയറിംഗ് ഇതിനകത്ത് നീഡിൽ ബെയറിംഗ് ഉണ്ട്. ആ ബെയറിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഗ്രീസ് ഉപയോഗിച്ചാണ് അതിൻ്റെ ഉള്ളിൽ ഈ ഷാഫ്റ്റിന് പുറമേ ഈ കൗണ്ടർ വീൽ ഈ ഹബിൻ്റെ ഉള്ളിലാണ് നീഡിൽ ബെയറിംഗ്. ഈ നീഡിൽ ബെയറിംഗ് നമ്മൾ ശരിയായ രീതിയിൽ ഇതിനകത്ത് ഗ്രീസ് ഉപയോഗിച്ച് നമ്മൾ അതിനകത്ത് പ്രവേശിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഗ്രീസ്, അതുപോലെ സൈഡ് ഇവിടെ വരുന്ന റോളർ ഓർ ബോൾ ബെയറിംഗ് കാണും. ആ ബെയറിംഗ് ഈ പറഞ്ഞ പോലെ നമ്മൾ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അതിനകത്തുള്ള ഗ്രീസ് പ്രസ് ചെയ്ത് കയറ്റും. അപ്പോൾ അതിന് ഗ്രീസിന് ആവശ്യം. പിന്നെ നമ്മൾ ഓയില് ഗിയർ ബോക്സ് നമ്മളിപ്പം അതിനകത്ത് മെറ്റീരിയൽസിൽ കോട്ടൺ വേസ്റ്റും ഗ്രീസും കെറോസിൻ്റെ ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗിയർ ഓയിലാണ് പറയുന്നത്. നമ്മളത് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര എല്ലാം ചെയ്തിട്ട് നമ്മൾ ഗിയർ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ് ഗിയർ ബോക്സ് ക്യാൻ ബി റീഅസംബിൾഡ് ഇൻ ദി റിവേഴ്സ് ഓർഡർ ഓഫ് ഡിസ്മാൻഡിൽ. നമ്മൾ അയച്ചെടുത്ത പോലെ തന്നെ ഗിയർ ബോക്സ് നമ്മൾ റീഅസംബിൾ ചെയ്യും. നമ്മൾ ആദ്യം അഴിച്ചെടുത്ത ഭാഗങ്ങൾ ഏതാണ്? ആദ്യം അഴിച്ചെടുത്തത് ക്ലച്ച് ഷാഫ്റ്റ് അല്ലേ, പിന്നെ ഈ മെയിൻ ഷാഫ്റ്റിൽ ഊരിയെടുത്തു, ഗിയറുകളെല്ലാം ഊരിയെടുത്തു, ഈ കൗണ്ടർ വീല് കംപ്ലീറ്റ് ഷാഫ്റ്റ് ഊരിയെടുത്തു, ഐഡിൽ ഗിയർ ഊരിയെടുത്തു. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ലാസ്റ്റ് ചെയ്ത് നമ്മൾ ഐഡിൽ ഗിയർ ഉൾപ്പെടെ കൗണ്ടർ വീൽ ഉൾപ്പെടെ നമ്മൾ അസംബിൾ ചെയ്ത് മെയിൻ ഷാഫ്റ്റ് അസംബിൾ ചെയ്ത് ക്ലച്ച് ഷാഫ്റ്റ് അസംബിൾ ചെയ്ത് നമ്മൾ വണ്ടിയിൽ പ്രവേശിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഗിയർ ഓയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗിയർ ഓയിൽ ചോർത്തി കളഞ്ഞിരുന്നു. ആ ട്രെയിൻ പ്ലഗ് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനാവശ്യമുള്ള ലെവൽ അനുസരിച്ചുള്ള ഗിയർ ഓയിൽ ഒഴിക്കുക. പിന്നെ ടോപ്പ് കവർ ഇട്ട് ഇതാണ് ഈ ഓപ്പറേഷൻ. ഇതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഭാഗങ്ങൾ ഇത്രയും ആണ്. ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ലോഗോ എഴുതുന്നത് മാത്രമല്ല, നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണ്. അതാണ് ആദ്യമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നത്.
അപ്പോൾ ഇതിനകത്ത് വെച്ച് ഷാഫ്റ്റും മെയിൻ ഷാഫ്റ്റും ഐഡിൽ ഷാഫ്റ്റ് ഇതിലെ ഷാഫ്റ്റ് ഇങ്ങനെയുള്ള ഷാഫ്റ്റുകളുടെ കാര്യങ്ങൾ ഗിയറുകൾ ചെറുതും വലുതുമായിട്ട് കാണിക്കണം എപ്പോഴും പടങ്ങൾ വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ കാണിച്ചിരിക്കും. അതുപോലെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം പെട്ടെന്നെല്ലാം ചോദിക്കാവുന്ന രീതിയിലോ ലോഗ് എഴുതാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒന്നും തരാൻ നിൽക്കുകയാണെന്നില്ല. ഒരു ടോപ്പ് ഗിയർ പൊസിഷൻ വരയ്ക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ പൊസിഷൻ വരയ്ക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ പൊസിഷൻ വരയ്ക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ പൊസിഷൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങളത് ആ പൊസിഷൻ ഓരോ ഗിയർ വരുമ്പോഴത്തെ റിവേഴ്സ് ഗിയർ ആണെങ്കിൽ ഈ ഗിയർ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇതുമായിട്ട് മെഷ് ചെയ്യും. ഇതുമായിട്ട് ഇങ്ങനെ മെഷ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലൈൻ വരയ്ക്കേണ്ടത് നിങ്ങൾ ഇതുപോലെ പവർ ഇതിലൂടെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഇതിലൂടെ കയറി ഇങ്ങനെ പാസ് ചെയ്യും. ആ രീതിയിൽ പടം വരയ്ക്കാം. അതൊക്കെയാണ് ഇതിനകത്ത് സാധാരണ ചോദിക്കാനുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ 8ാമത്തെ ലോഗാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ലോഗ് നിങ്ങൾ പടം വരയ്ക്കുമ്പോൾ നിങ്ങൾ കാണിക്കേണ്ട ഭാഗങ്ങൾ ഈ ഫിഗർ ഇതുപോലെ നിങ്ങൾ മെയിൻ ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ വരയ്ക്കുക. മെയിൻ ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഫിഗർ ഇതുപോലെ നിങ്ങൾ വരയ്ക്കുക. പിന്നെ അഡീഷൻ ഷീറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് തന്നിട്ടുണ്ട്, നിങ്ങളത് അതുപോലെ എഴുതുക. ഇത് 8ാമത്തെ വർക്കാണ്. ഇനി 3-4 വർക്കും കൂടെ ഇതിൽ ഒരെണ്ണം തരുവാണ്. അപ്പോൾ ഈ വർക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യുക.